എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തി ഇനിയും നിങ്ങളിലേക്ക് കടന്ന് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളൊരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പക്ഷിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നീല നിറത്തിലുള്ള പക്ഷിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. ആ വ്യക്തി ഇനിയും നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി ഇനിയും നിങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയുണ്ടോ? ആ വ്യക്തി എങ്ങനെയായിരിക്കും നിങ്ങളിലേക്ക് എത്തുക? നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ചതിന് പകരമായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമോ? ആ വ്യക്തിയുടെ മനസ്സിൻ്റെ മനോമണ്ഡലങ്ങളിൽ നിങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്ത് സ്ഥാനമായിരിക്കും ആ വ്യക്തി നൽകിയിരിക്കുന്നത്? നിങ്ങളെ സ്നേഹിക്കാൻ ആ വ്യക്തിയുടെ മനസ്സിന് സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും, നിങ്ങൾ അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും, നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയിൽ നിന്നും ഒരു അകൽച്ചയുണ്ട്. അകൽച്ച നിങ്ങൾക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അകൽച്ച ഉണ്ടായെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പല നടപടികൾ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ ചില നടപടികൾ നിങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയാത്തതായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പിന്നിൽ പോവുകയും നിങ്ങൾ ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ചില നിലപാടുകൾ സ്വീകരിച്ചു. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ നിലപാടുകൾ മൂലം ആ വ്യക്തിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എന്തുകൊണ്ട് അത്ര കട്ട് ആൻഡ് റൈറ്റായിട്ട് നിലപാട് സ്വീകരിച്ചു? നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. ആ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു ന്യായീകരണം ഉണ്ടാകാം. നിങ്ങളുടെ ജീവിത സാഹചര്യം അതായിരിക്കാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിനൊന്നും നിങ്ങളെതിരല്ല. ആ സ്നേഹബന്ധങ്ങൾ അതുപോലെ തന്നെ നടക്കുന്നതിനും ആ സ്നേഹബന്ധങ്ങൾ അതുപോലെ പുലർത്തുന്നതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ചില നിലപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചില വേദനകൾ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ മനസ്സിലുള്ള വേദനകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തുറന്നു പറയാതിരുന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഉടനെ ആ വ്യക്തി നിങ്ങളോട് അത് ചിലത് തുറന്നു പറയും. ആ വ്യക്തിക്ക് അങ്ങനെ തുറന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ആ വ്യക്തി നിങ്ങളോട് ചിലത് തുറന്നു പറയാനായിട്ട് വെമ്പൽ കൊള്ളുന്നത്. ആ വെമ്പൽ കൊള്ളൽ ദൃശ്യമാണ്. അത് അറിഞ്ഞു തുടങ്ങും, നിങ്ങളൊന്നാകും. നമുക്ക് രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം. രണ്ടാമത്തെ ഫയലിൽ പച്ച നിറത്തിലും ചുവന്ന നിറത്തിലുമുള്ള പക്ഷിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആധികാരികമായി ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാം അനുസരിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഒരു സാഹചര്യവും ആ വ്യക്തി ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയും ആ വ്യക്തി കാണിക്കുന്നില്ല. ആ വ്യക്തിക്ക് എപ്പോഴും ആ വ്യക്തിയുടേതായ ചില താല്പര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ നിങ്ങളെ പലപ്പോഴും ആ വ്യക്തി മറന്നു പോകുന്നതല്ല, ഒരു പക്ഷെ അവഗണിക്കുന്നത് തന്നെയാണ്. ആ വ്യക്തിയുടെ അവഗണനകൾ പലപ്പോഴും നിങ്ങൾക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടും നിങ്ങളതൊന്നും തുറന്നു പറയാതെ ആ വ്യക്തിയോടൊപ്പം നിലപാടെടുത്ത് ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾ യാതൊരു തെറ്റും ആ വ്യക്തിയോട് ചെയ്തിട്ടില്ല. നിങ്ങൾ വളരെ സംശുദ്ധമായിട്ട് ആ വ്യക്തിക്ക് നൽകേണ്ടതെല്ലാം നൽകി ആ വ്യക്തിയോട് കടപ്പാടൊട്ടും കുറയാതെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തി നിങ്ങളിലെ നന്മയെ കാണാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അത് ആ വ്യക്തിയുടെ നിർഭാഗ്യമാണ്. നിങ്ങൾക്കെതിരായിട്ട് ആ വ്യക്തി ചിലരെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ചില ആളുകളാണ് ആ വ്യക്തി ഇപ്പോൾ നിയന്ത്രിക്കുന്നത്, ആ വ്യക്തി ഉപദേശിക്കുന്നത്. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് ആ വ്യക്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ആ വ്യക്തി നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ, അത് ശരിയാണെന്നും അത് ന്യായമാണെന്നും ഇപ്പോൾ ചില ആളുകൾ ആ വ്യക്തിയോടൊപ്പം ചേർന്നിട്ട് ശരിയാണെന്ന് പറയുന്നുണ്ട്. ആ വ്യക്തി ചെയ്യുന്നത് ശരിയാണെന്നുള്ള ബോധ്യത്തിൽ കടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ, ആ വ്യക്തി
നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണിപ്പോൾ. ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള പല ശ്രമങ്ങളും പല കാര്യങ്ങളും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രവൃത്തിയിൽ നിന്ന് പുറത്തു വരുന്നതിനെ അകാരണമായും അന്യായമായും ചിലർ ന്യായീകരിക്കുകയാണ്. ശരിക്കും അത് ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങളും നിങ്ങളാൽ ഒരുമിച്ചുള്ള ആ വ്യക്തിയുടെ ജീവിതവും തകർത്തെറിയാൻ തച്ചുടയ്ക്കാൻ ചിലർ ഒരു ഗൂഢശ്രമം നടത്തുന്നു. നിങ്ങളും ആ വ്യക്തിയും ജീവിച്ചിരുന്ന സമയവും നിങ്ങളും ആ വ്യക്തിയും മുന്നോട്ട് പോയ സമയവും എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ആ ആളുകൾക്ക്, ഇപ്പോൾ ആ വ്യക്തിയെ വെറുതെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടിയിൽ വിശ്വസിച്ചുകൊണ്ട്, ആ തിരിച്ചടിയിൽ അറിഞ്ഞുകൊണ്ട് അവർ നിങ്ങൾക്കെതിരെ നീങ്ങും, നിങ്ങളുടെ വ്യക്തിക്കെതിരെ നീങ്ങും. നിങ്ങളുടെ വ്യക്തിയെ ഒരു കുഴിയിൽ ചാടിക്കും. നിങ്ങളുടെ കാര്യത്തിൽ അവർ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഒറ്റപ്പെടുത്തി നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും ഒരുപോലെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഉടൻ അവരുടെ കള്ളികൾ വെളിച്ചത്താകുകയും ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. പക്ഷേ അപ്പോഴേക്കും കുറേ നഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എന്നിരുന്നാലും സ്നേഹം തകരാതെ നശിക്കാതെ നിങ്ങൾ ഒരുമിക്കുക തന്നെ ചെയ്യും. ആ വ്യക്തി തിരിച്ചു വരിക തന്നെ ചെയ്യും. ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടായിരിക്കും വരുന്നത്, ഒരുപാട് കുറ്റബോധത്തോടെ ആയിരിക്കും വരുന്നത്. പക്ഷേ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി അത്രയോളം ഇഷ്ടമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.